വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു: നമുക്ക് ബെത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. ഓർമ്മിക്കുക, ഈശോയുടെ മനുഷ്യാവതാര വേളയിൽ മാലാഖമാർ പാടിയതാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും. മനുഷ്യനായി അവതരിക്കുന്ന ദൈവത്തിന്റെ വലിയ സ്നേഹം കണ്ട് അവിടുത്തെ സ്തുതിക്കുന്ന മാലാഖമാരോടും ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ പിറന്ന തങ്ങളുടെ രക്ഷകനെ കണ്ട് ആനന്ദിക്കുന്ന ആട്ടിടയരോടും പൂജരാജാക്കന്മാരോടും ചേർന്ന് നമ്മുടെ ജീവിത ഭാരങ്ങളൊക്കെ നമ്മുടെ രക്ഷകന്റെ സവിധത്തിൽ സമർപ്പിച്ച് ആഹ്ലാദചിത്തരായി അവിടുത്തെ സ്തുതിക്കുന്ന മനോഭാവമാണ് വിശുദ്ധ കുർബാനയിൽ നാം ഉൾക്കൊള്ളേണ്ടത്. ഈശോ ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ പിറന്നപ്പോൾ അത് നേരിൽ കണ്ട് ആനന്ദിക്കുവാൻ കഴിഞ്ഞവർ ഈശോയുടെ മാതാപിതാക്കളും ആട്ടിടയന്മാർ, പൂജരാജാക്കന്മാർ തുടങ്ങിയവരായിരുന്നു. അവർക്കെല്ലാം പൊതുവായൊരു സവിശേഷത അവരുടെ എളിമയാണ്, വിനീത മനസ്സാണ്. ഏറ്റവും ചെറിയവർക്ക് പോലും തന്റെ മുൻപിൽ തല ഉയർത്തി നിൽക്കാൻ കഴിയത്തക്കവണ്ണം എളിയവനായി വന്നവന്റെ മനസ്സുൾക്കൊണ്ടവർ. രാജാക്കന്മാർ ആദ്യം പോയത് രാജകൊട്ടാരത്തിലായിരുന്നു. ബുദ്ധി അവരെ അവിടേക്ക് നയിച്ചെങ്കിലും പ്രപഞ്ചത്തിന്റെ അടയാളങ്ങൾ ഗ്രഹിച്ച് അവയാൽ നയിക്കപ്പെടുവാൻ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനാൽ അവർ പുൽക്കൂട്ടിലെത്തി. കാലിത്തൊഴുത്തിൽ കിടന്ന ശിശുവിന്റെ മുൻപിൽ തങ്ങളുടെ രാജ്യത്വവും പാണ്ഡിത്യവുമെല്ലാം മറന്ന് മുട്ടുകുത്തി ആരാധിക്കുവാൻ തക്കവണ്ണം അവരുടെ എളിമ അവർക്ക് രക്ഷകനെ കണ്ട് ആനന്ദിക്കുവാൻ അവസരം നൽകി. രക്ഷകനെ കണ്ട് ആനന്ദിക്കുന്ന അനുഭവത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും എന്ന സ്തുതിപ്പ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്ന മാലാഖമാരുടെ സ്തുതിപ്പ് പുൽക്കൂട്ടിൽ പിറന്ന രക്ഷകനെ കണ്ട് ആനന്ദിക്കുന്ന നിർവൃതിയിലേക്ക് നമ്മെ ആനയിക്കുന്നു. ഈ ആനന്ദത്തിലായിരിക്കുവാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹത്തിനർത്ഥം കാണാൻ
സ്നേഹത്തിനർത്ഥം കാണാൻ യേശുവേ നീ വിളിച്ചു. നിന്റേതാകാൻ നിന്റേതായി തീരാൻ ഞങ്ങളെ നീ വിളിച്ചു. ഞങ്ങളെ നീ വിളിച്ചു. അനുഗ്രഹിക്കൂ Good.